തിരുവനന്തപുരം കാരോട് കഴക്കൂട്ടം ബൈപ്പാസിൽ സ്കൂട്ടർ യാത്രക്കാരെ ഉൾപ്പെടെ തടഞ്ഞു നിർത്തി പണവും സ്വർണവും കവരുന്ന സംഘത്തിലെ രണ്ടുപേർ പിടിയിൽ. ആയിര സ്വദേശി ബിബിൻ, കാരോട് സ്വദേശി സുജൻ എന്നിവരാണ് പൊഴിയൂർ പോലീസിന്റെ പിടിയിലായത്. കൊല്ലം സ്വദേശികൾ സഞ്ചരിച്ച ബൈക്ക് തടഞ്ഞു നിർത്തി അവരിൽ നിന്നും കൈവശമുണ്ടായിരുന്ന വാച്ചും പണവും തട്ടിയെടുത്ത കേസിലാണ് പോലീസിന്റെ നടപടി. വിവരങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ മോഹൻ, ഇവിടെ പതിവായി, അതായത് ഈ പ്രദേശം കേന്ദ്രീകരിച്ച് ഈ ബൈപ്പാസ് മേഖലയിൽ സ്കൂട്ടർ യാത്രക്കാരെ ഉൾപ്പെടെ തടഞ്ഞു നിർത്തി സ്വർണവും പണവും തട്ടിയെടുക്കുന്ന സംഘത്തിലെ പ്രധാനികളാണ് ഈ രണ്ടുപേരും. ഇതുകൂടാതെ ഇതിനു മുൻപ് ഏതെങ്കിലും കേസുകൾ ഇവർ പിടിക്കപ്പെട്ടിട്ടുണ്ടോ? ടോം, ഇവര് സ്ഥിരം കുറ്റവാളികളാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കാരോട് കഴക്കൂട്ടം ബൈപ്പാസിലെ ബൈക്ക് യാത്രികരെ തടഞ്ഞു നിർത്തി അവരിൽ നിന്ന് സ്വർണവും പണവും ഉൾപ്പെടെ തട്ടിയെടുക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളിൽ ഒരാളെന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ 14-ാം തീയതിയായിരുന്നു ഇവരിപ്പോൾ അറസ്റ്റിലാവാനുള്ള കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. ഈ പറയുന്ന ബിബിൻ, ഒപ്പം കാരോട് സ്വദേശിയായ ബിബിനും ഒപ്പം സുജനും, ഇവർ രണ്ടുപേരും കൊല്ലം സ്വദേശികളായ രണ്ടുപേരെ തടഞ്ഞു നിർത്തി അവരുടെ കയ്യിൽ നിന്ന് അവരുടെ വാച്ച് ഊരി വാങ്ങുന്നു, അവരുടെ പണം ഏകദേശം 10,000-ഓളം രൂപ കൈക്കലാക്കുന്നു, മർദ്ദിക്കാൻ ശ്രമിക്കുന്നു തുടങ്ങിയ പരാതിയുടെയൊക്കെ അടിസ്ഥാനത്തിലായിരുന്നു പൊഴിയൂർ പോലീസ് കേസെടുത്തത്. തുടർന്ന് ഇവരെ അറസ്റ്റ് ചെയ്യായിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ എല്ലാ ആക്രമണങ്ങളും നടത്തുന്നത് CCTV ഇല്ലാത്ത സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ ആക്രമണം നടത്തിയിരുന്നത്. എന്നാൽ ഇത്തവണ ഇവർക്ക് പണി പാളി എന്ന് തന്നെ പറയാം. കാരണം ഇവർ നിന്ന സ്ഥലത്ത് CCTV ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അത് കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന പരിശോധനയായിരുന്നു ഇവരിലേക്ക് എത്തുന്നതും തുടർന്ന് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതും. കൂടുതൽ പോലീസ് ഇവരെ കുറിച്ച് ചോദ്യം ചെയ്തു വരുന്നു. കാരണം കൂടുതൽ പ്രതികൾ ഇതിനകത്തുണ്ടോ എന്നും ഇനി നമുക്ക് മനസ്സിലാക്കാനുണ്ട്. കാരണം ഇവർ സംഘം ചേർന്നാണ് ഇവർ നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒറ്റയ്ക്ക് വരുന്ന അല്ലെങ്കിൽ ദമ്പതികളായി വരുന്ന ഇവരെയൊക്കെയാണ് ഇവർ ലക്ഷ്യമിടുന്നത് എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പിടിയിലായ പ്രതികളെ നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കും. ടോം, ഈ രണ്ടുപേർ, ഇവരെ കൂടാതെ ഈ ബൈപ്പാസ് മേഖല കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്ന സംഘത്തിൽ കൂടുതൽ പേരുണ്ടോ? ഈ പോലീസിന്റെ അന്വേഷണം ഈ രണ്ടുപേരിൽ മാത്രം ഒതുങ്ങുമോ അരുൺ മോഹൻ? ഇല്ല ടോം, അങ്ങനെ ഇപ്പം നമുക്ക് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ പ്രതികൾ ഇനിയും വരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കാരണം ഈ പിടിയിലായ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്ത് മാത്രമേ അതിൽ നിന്നൊരു വ്യക്തത വരൂ എന്നുള്ളതാണ് പോലീസ് നമ്മളോട് പറയുന്നത്. എന്തായാലും കഴിഞ്ഞ 14-ാം തീയതി നടന്ന സംഭവത്തിൽ വളരെ ദ്രുതഗതിയിൽ തന്നെ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം പലപ്പോഴും അന്യ സംസ്ഥാനത്ത് നിന്നെത്തുന്ന തമിഴ്നാട്ടെ, കർണാടകയിൽ ഉൾപ്പെടെയുള്ള അന്യ സംസ്ഥാനത്ത് നിന്നെത്തുന്ന യാത്രികരാണ് കൂടുതലും ഇതുവഴി പോകുന്നതാണ്. ഇത്തരം ആക്രമണം ഉണ്ടായാൽ അത് പോലീസിൽ പരാതിപ്പെടാതെ അങ്ങ് പോകുന്നതാണ് പതിവ്. എന്നാൽ പതിവിൽ നിന്ന് വിപരീതമായി ഇത്തവണ ഇവർ സമയബന്ധിതമായി തന്നെ പോലീസിനെ സമീപിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതികളെ പിടികൂടാൻ കഴിയും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടോം, വ്യക്തമാണ്. അരുൺ മോഹനാണ്